ശ്രീ സന്ദീപ് വാര്യർ. സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെട്ട ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സമാഹരണം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ UP പോലീസ് NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട PFI ഡൽഹി കമാൻഡർ കമാൽ KPയുടെ നേതൃത്വത്തിലാണ് ഈ ഫണ്ടിംഗ് നടന്നിട്ടുള്ളത്, ഈ ഗൂഢാലോചനയെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഗുരുതരമായ കണ്ടെത്തലുകളും തെളിവുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ UP പോലീസ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ ഇതിലെ പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ ഈ ഹത്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ഫണ്ടും വാങ്ങി ഇറങ്ങി പുറപ്പെട്ടുള്ള ആളുകളെ വെള്ളപൂശാനും അവരെ ന്യായീകരിക്കാനും വേണ്ടി ആരാണ് മുന്നിലുണ്ടായിരുന്നത്? കേരളത്തിലെ മാധ്യമ ലോകത്തെ പല പ്രമുഖരുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. കേരളത്തിലെ KUWJ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ തന്നെ ഈ ഭീകര പ്രവർത്തികളെയും തീവ്രവാദികളെയും ന്യായീകരിക്കാൻ മുൻപിൽ നിന്നു എന്നുള്ളത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. ഇപ്പോഴെങ്കിലും ഇനിയും സിദ്ദിഖ് കാപ്പനെ ന്യായീകരിക്കുന്നതിൽ നിന്നും ഹത്രാസ് കലാപഭൂമിയാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളെ ന്യായീകരിക്കുന്നതിൽ നിന്നും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിലെ വലിയൊരു വിഭാഗം മാറി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും മാധ്യമ പ്രവർത്തകർ ചിലർ തന്നെയാണ് ഈ വിഷയത്തിൽ തെളിവ് കൊടുത്തതും അതുപോലെ തന്നെ പരാതികൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അതിൽ പങ്കുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. പ്രത്യേകിച്ച് മനോരമയിലെ ഇന്നുൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പങ്കാളിത്തം ഇക്കാര്യത്തിലുണ്ട്. അവർ കൃത്യമായിട്ട് രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഹത്രാസ് കലാപഭൂമിയാക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേന കേരളത്തിന് പോയ ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായാലും UP പോലീസ് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ കമാലിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം, സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ പോപ്പുലർ ഫണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ കഴിയുന്ന റൌഫ് ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകൾ ഇതെല്ലാം പുറത്തു വന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് UPയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പോപ്പുലർ ഫണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ നേർചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും ഇത്തരം ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന സമീപനത്തിൽ നിന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. KUWJ ഈ തീവ്രവാദികളെ പിന്തുണച്ചതിലൂടെ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ പിന്തുണച്ചതിലൂടെ വാസ്തവത്തിൽ രാജ്യത്തോട് വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഈ പിന്തുണയ്ക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള KUWJയുടെ ഭാരവാഹികൾ ആ സ്ഥാനത്ത് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്.